അണയാമൊന്നു ചേരാ ദൈവത്തിനീ ബലിയർപ്പിക്കാം. ആ തിരുനാഥന്റെ മുൻപിൽ ജീവിതം കാഴ്ചയേകാം. പ്രിയ വേളാങ്കണ്ണിയിലെ മരിയ ഭക്തരായ തീർത്ഥാടകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്കും ഈ പരിശുദ്ധ ബലിയർപ്പണത്തിലേക്കും സ്വാഗതം. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഷ്രൈൻ വെബ് ടി വിയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇന്നത്തെ ഈ പരിശുദ്ധ ബലി അർപ്പണത്തിനായി കഴിഞ്ഞ ദിവസങ്ങളിലായി നിയോഗങ്ങൾ കൊടുത്തിട്ടുള്ളവർക്കും വേണ്ടിയിട്ടും പ്രത്യേകമായി ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിലെ ഈ മലയാളം കുർബാനയിൽ നമുക്ക് പങ്കുചേരാം. നമുക്ക് അനുഗ്രഹമാണ് ഇവിടെ വന്ന് ബലിയർപ്പിക്കാൻ സാധിക്കുക. ഈ സ്ഥലത്തിൻ്റെ വിശുദ്ധിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇവിടെയുള്ള മരിയൻ അഭിഷേകത്തിലാണ് നമ്മൾ പങ്കുചേരുക. ഒരു ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്നതും എത്രയോ സുന്ദരമാണ്. ഒരു വൃത്തം വരച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് അവിടെ നല്ല അനുഗ്രഹ പെരുമഴ പെയ്യുന്നത് പോലെ ആണ് ഒരു ദേവാലയത്തിനകത്ത് കയറി പരിശുദ്ധ ബലി അർപ്പിക്കുക എന്നത്. നമുക്ക് ഈ ഞായറാഴ്ച ആചരണത്തിൻ്റെ ഭാഗമായി ലാറ്റിൻ ആരാധനക്രമം അനുസരിച്ച് ആണ്ടുവട്ടത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ്. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യമുള്ള ഈ സ്ഥലത്ത് വന്ന് ബലിയർപ്പിക്കുമ്പോൾ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യം നമ്മളെ ഏറ്റവും അധികം അറിയിക്കുന്ന കാനായിലെ കല്യാണ നാൾ, ആ സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ പ്രധാന വചനം. നമുക്ക് അതുകൊണ്ട് സ്വർഗം നിഷേധിക്കാത്ത പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യത്തിൻ തണലിൽ നമുക്ക് ഭയഭക്തിയോടുകൂടെ നിലകൊള്ളാം. സ്ഥലമനുഗ്രഹപ്രദമാണ്, അഭിഷേകമുള്ളതാണ്. ഇനി നമ്മുടെ ഒരു അധ്വാനം ഇതിനാവശ്യമാണ്. ശ്രദ്ധയോടുകൂടെ ഭക്തിയോടുകൂടെ പങ്കുചേരുക. നമ്മുടെ വിശ്വാസം കൂടി ചേരുമ്പോഴാണ് അനുഗ്രഹമാകുക. അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെ അത് നഷ്ടപ്പെടുത്താതെ നമുക്ക് സ്വീകരിക്കാനായിട്ടുള്ള നല്ല ഒരു മനസ്സ് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്കൊന്ന് രൂപീകരിച്ചെടുക്കാം. ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ ശ്രദ്ധയോടെ ബലിയർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട്
പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവശക്തനാം ദൈവമേ നാഥനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവസൂനുവേ കർത്താവം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ നാഥനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനിരന്താവേ കാരുണ്യം തൂകണങ്ങളിൽ, ലോകത്തിൻ പാവനിരന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിൽ നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യത്തോടെ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേ അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനം നാഥനു, അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ.
പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സ്വർഗവും ഭൂമിയും ഒന്നുപോലെ അങ്ങ് നിയന്ത്രിക്കുന്നുവല്ലോ. അങ്ങേ ജനത്തിന്റെ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കുകയും ഞങ്ങളുടെ കാലയളവിൽ അങ്ങേ സമാധാനം നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് സിയോന്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നതുവരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല. ജനതകൾ നിന്റെ നീതിമത്കരണവും രാജാക്കന്മാർ നിന്റെ മഹത്വവും ദർശിക്കും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. പരിത്യക്തൻ എന്ന നീയോ വിജനം എന്ന നിന്റെ ദേശമോ ഇനിമേൽ പറയപ്പെടുകയില്ല. എൻ്റെ സന്തോഷം എന്നും നീയും വിവാഹിത എന്ന നിന്റെ ദേശവും വിളിക്കപ്പെടും. എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു. നിന്റെ ദേശം വിവാഹിതയാകും. യുവാവ് കന്യക എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിലെന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ജനപദങ്ങളുടെ ഇടയിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടി പുകഴ്ത്തുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. അവിടുത്തെ രക്ഷ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ കർത്താവിന്റെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ. മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിൽ ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ കർത്താവിന്റെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ ഭയന്ന് വിറയ്ക്കട്ടെ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു. അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. ജനപദങ്ങളുടെ ഇടയിൽ കർത്താവിന്റെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തുസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരു ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും ആ ആത്മാവ് തന്നെ നൽകുന്നു.
തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയരെ, നമുക്ക് ഏറ്റവും പരിചയമുള്ള സുവിശേഷ ഭാഗമാണ്. ഇതുമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് വീഞ്ഞ് തീർന്നു പോയി? ഇത്ര വലിയ പ്ലാൻ ചെയ്തൊരു കല്യാണം നടത്തിയിട്ട് എന്തുകൊണ്ട് വീഞ്ഞ് തീർന്നു പോയി? വീഞ്ഞ് തീർന്നു പോകാൻ പല കാരണങ്ങളുണ്ടാകാം. അതിലൊരു കാരണം ഞാൻ ചിന്തിക്കുന്നത്, ആളുകൾക്കുള്ള അത്രയും ഭക്ഷണം അവർ പാചകം ചെയ്ത് കാണില്ല. ഒരു അബദ്ധമായിരിക്കും അത്. ആളുകളെ വിളിച്ചു, പക്ഷെ അത്രയും ഭക്ഷണം വെച്ചില്ല. 100 പേരെ വിളിച്ചു, 100 പേർക്കുള്ള ഭക്ഷണമല്ല വെച്ചത്. അതൊരു അബദ്ധമാകാം. ഇനിയും വിളിച്ചതിനേക്കാൾ അല്ലെങ്കിൽ അവർ കണക്ക് കൂട്ടിയതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ വന്ന് കാണാം. ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഒരു മാന്യത അനുസരിച്ച് 2 പേരൊക്കെ പോവുള്ളൂ. ചിലപ്പോൾ കുടുംബം മുഴുവൻ പോയി കാണും, എല്ലാവരും കൂടി അവരെ കഷ്ടപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ അങ്ങനെ തീർന്നു പോയതാകാം. ഇനി ചില ആളുകളുണ്ടല്ലോ, കലവറക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ടാകും ചില കാര്യങ്ങൾ, പക്ഷേ ആളാകാൻ വേണ്ടി അവസാനം ചെന്ന് വിരകുന്ന ചില ആളുകളുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ കേട്ടാൽ മതി എന്ന് പറഞ്ഞ് വിരകുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവർ ചെന്നിട്ട് ആ പ്ലാൻ അനുസരിച്ച് ഒരുക്കിയതൊക്കെ അങ്ങ് കൊളാക്കി കളയും. സാധ്യതയില്ലേ? അപ്പോൾ ഇനിയും ചിലപ്പോൾ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്തുകൊണ്ട് വീഞ്ഞ് തീർന്നു പോയി. ഇതൊരു അബദ്ധമാണ്, അബദ്ധം സംഭവിച്ചതാണ്.
അബദ്ധം, ഇത് ഈ ഒരു പ്രത്യേകത, ഈ അബദ്ധം ആരും അറിഞ്ഞില്ലെന്നുള്ള. നമ്മുടെ വീട്ടിലൊരു അബദ്ധം നടന്നാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, ഒച്ചപ്പാടുണ്ടാക്കി നാട്ടുകാരെ കുറച്ച് അറിയിക്കും. മകൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അരുതാത്തൊരു ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ അത് സംസാരിച്ച് ഒതുക്കി തീർക്കാവുന്നൊരു കാര്യം ചിലപ്പോൾ കുറച്ച് പേർ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വീട്ടുകാരറിയുന്നതിന് മുമ്പേ നാട്ടുകാരറിഞ്ഞു കാണും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ ഈ വീഞ്ഞ് തീർന്ന കാര്യം ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് രസകരമായിട്ടാണ് അവർ കൈകാര്യം ചെയ്തത്. ഇനി അബദ്ധങ്ങളെ നന്മയാക്കാൻ ദൈവത്തിന് കഴിയും. അബദ്ധങ്ങളെ നന്മയാക്കാൻ ദൈവത്തിന് കഴിയും. ഒരു ഫാൻ കേടായാൽ ഫാൻ നമ്മൾ അത് നന്നാക്കുന്ന ആളുടെ അടുക്കൽ കൊണ്ടുപോയാൽ നന്നാക്കി തരും. ഇനി അയാൾക്കും പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ വല്ല ഫോറിൻ മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ പാർട്സ് ഇവിടെ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്കെന്തെങ്കിലും കുഴപ്പം പറ്റിയ, നമ്മളെ എല്ലാം അറിയുന്ന, നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ ഇപ്പോൾ ഒരു രോഗം വന്നാൽ പോലും കുഞ്ഞുങ്ങളില്ലാത്തൊരു കാര്യം, അതിന് ഒരു തടസ്സം, ശാരീരികമായൊരു കുറവ് ഉണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ടച്ച് മേക്സ് ദ ഡിഫറൻസ്. ഉടയവൻ തൊട്ടാൽ, സൃഷ്ടിച്ചവൻ തൊട്ടാൽ എല്ലാം മാറി മറിയില്ലേ? അപ്പം തമ്പുരാനോട് പറഞ്ഞാൽ പോരെ. അപ്പോൾ തമ്പുരാനോട് പറയണം. ആരോ ഒരാൾ സങ്കടം പറഞ്ഞിട്ടുണ്ട്. ആരോടായിരിക്കാം? പരിശുദ്ധ അമ്മയോടായിരിക്കാം. ആരോ ഒരാൾ സങ്കടം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആരോ ഒരാൾ ആ സങ്കടം കണ്ട് മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിലുണ്ടാകും, മുഖം വാടി നിൽക്കുമ്പോൾ എന്താ കുഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ദൈവം ക്രമീകരിച്ചതല്ലേ. ആരോ ഒരാൾ സങ്കടം പറഞ്ഞു, കർത്താവേ എനിക്ക് കുഞ്ഞില്ല കർത്താവേ എന്നൊരു സങ്കടം പറയണം. എനിക്ക് ജോലിയില്ല കർത്താവേ എന്ന് പറയണം. വാചിക പ്രാർത്ഥനകളൊക്കെ ചെയ്ത് കൊന്തയൊക്കെ ചൊല്ലി ഇങ്ങനെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും അറിയില്ല. ലോകത്ത് ആരും പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ പ്രിയ ദൈവ പൈതലേ, നിനക്ക് നിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിനക്ക് മാത്രം ഉള്ളൊരു പ്രാർത്ഥന നിനക്ക് രൂപപ്പെടുത്താൻ പറ്റുമോ? നിൻ്റെ മനസ്സിൽ നിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധത്തിൽ നിനക്ക് മാത്രം നിൻ്റെ ദൈവബന്ധത്തിൽ നിനക്കൊരു പ്രാർത്ഥന രൂപപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ ഇവർ ചിലപ്പോൾ വീഞ്ഞില്ല എന്ന് മാതാവിനോട് പറഞ്ഞു. അബദ്ധം പറയണം. എൻ്റെ അവസ്ഥകൾ വിവരിച്ചപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ എത്രയോ വചനങ്ങളുണ്ട്. അവസ്ഥകൾ വിവരിക്കണം, കർത്താവിനോട് പറയണം. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും, കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ? ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ? എനിക്ക് ഇത്രയേ ഉള്ളൂ കർത്താവേ, എൻ്റെ കയ്യിലുള്ള പച്ചവെള്ളം ഇതാണ് കർത്താവേ എന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പാടില്ലേ കർത്താവിനോട്? എനിക്ക് ഇത്രം പഠിപ്പുള്ളു കർത്താവേ, എനിക്ക് ജോലി നല്ലതില്ല, അതുകൊണ്ട് എനിക്ക് കല്യാണം കിട്ടുന്നില്ല, എൻ്റെ ശരീരത്തിലൊരു കുറവുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒച്ചുണ്ടാകുന്നില്ല. സങ്കടം ഒന്നും പറയാൻ പാടില്ല. നിങ്ങളുടെ കയ്യിലുള്ള പച്ചവെള്ളം കർത്താവിന് കൊടുത്തിട്ട് കർത്താവ് ഒന്ന് വാഴ്ത്തി വീഞ്ഞാക്കിത്താ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല നിങ്ങൾക്ക്. ഇനി യേശുവിൻ്റെ അമ്മ ഇങ്ങനെ 2 പ്രാവശ്യം അത് ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. 2-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലും 5-ാമത്തെ വാക്യത്തിലും അങ്ങനെ പറയുന്നുണ്ട്. അവൻ്റെ അമ്മ എന്നാണ് 3-ാമത്തെ തവണ പറയുക. ആദ്യത്തെ 2 തവണ യേശുവിൻ്റെ അമ്മ. യേശു, നമ്മളിപ്പോൾ ഇവിടുത്തെ റക്ടറച്ചൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഇല്ലേ, അഭിമന്യ പിതാവിൻ്റെ അമ്മ. അപ്പോൾ യേശുവിൻ്റെ അമ്മ നിസ്സാര കാര്യമാണോ? യേശുവിൻ്റെ അമ്മ. അപ്പോൾ ആരെങ്കിലും അമ്മ മാതാവിനെ പുച്ഛിച്ച് തള്ളുന്നുണ്ടെങ്കിൽ, വില കുറച്ച് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. യേശുവിൻ്റെ അമ്മ, എൻ്റെ രക്ഷകൻ യേശുവിൻ്റെ അമ്മ പോയിട്ട് പറഞ്ഞു ഇല്ലേ, യേശുവിനോട് പറഞ്ഞു, സ്വർഗം നിഷേധിക്കാത്ത മാധ്യസ്ഥ്യമാണ്. പരിശുദ്ധമ്മയെ കൂട്ടുപിടിച്ചാൽ രക്ഷയുണ്ട്. പരിശുദ്ധമ്മ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ വിതരണക്കാരിയാണ്. ഇവിടെ ആശീർവാദം നൽകുമ്പോൾ യേശു തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ എന്ന് പറയുന്നൊരു ആശീർവാദ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ എനിക്കാദ്യം അമ്മയാണോ ആശീർവദിക്കുന്നത് എന്ന് തോന്നി. അപ്പോൾ അത് പക്ഷേ ഉറവിടം കർത്താവാണെങ്കിലും പരിശുദ്ധമ്മ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ
സ്വർഗീയ അനുഗ്രഹങ്ങളുടെ മാനുഷിക വീണ്ടെടുപ്പിൻ്റെ എല്ലാ കൃപകളുടെയും വിതരണക്കാരിയാണ് പരിശുദ്ധമ്മ. വിതരണം ചെയ്യുന്നവൾ. കർത്താവിൻ്റെ ഉറവിടത്തു നിന്ന് വാങ്ങിച്ചിട്ട് നമുക്കിങ്ങ് തരും. അപ്പോൾ പരിശുദ്ധമ്മയെ കൂട്ടുപിടിക്കണം, നല്ലതല്ലേ? പരിശുദ്ധമ്മേ എനിക്ക് തരണമേ, പരിശുദ്ധമ്മ എനിക്ക് തരണമേ. പരിശുദ്ധമ്മയോട് പറ. ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ, കർത്താവേ എനിക്ക് ഇന്ന സങ്കടങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ജോലിയില്ല, ഞാൻ പരിശ്രമിച്ചിട്ടൊന്നും പരീക്ഷകളൊന്നും പാസ്സാകുന്നില്ല, എൻ്റെ കുടുംബസമാധാനമില്ല, ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറുന്നില്ല, എനിക്ക് കുഞ്ഞില്ല കർത്താവേ, എൻ്റെ മകന് 30-ലേറെ വയസ്സായി, കല്യാണം നടക്കുന്നില്ല, വീട് പണി തുടങ്ങി വെച്ചിട്ട് പൂർത്തിയാക്കാൻ പറ്റണില്ല. ഇങ്ങനെയുള്ള സങ്കടങ്ങൾ പരിശുദ്ധമ്മയോട് പറ. പരിശുദ്ധമ്മ ഈശോയോട് പറയും. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ. കാനായിൽ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കാനായിൽ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധമ്മേ, ഞങ്ങൾക്കൊരാശ്രയമായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ. ഈ വേളാങ്കണ്ണി പള്ളിയിൽ ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട്. പരിശുദ്ധമ്മേ, ഈ വർഷം വന്നിരിക്കുന്നത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധമ്മ തള്ളിക്കളയല്ലേ. ആ കാനായിലെ കല്യാണ നാളിൽ ആ കുടുംബത്തിന് സങ്കടം കണ്ട് ആ കുടുംബത്തെ സഹായിച്ചതുപോലെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കരയുമ്പോൾ, ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ കണ്ണ് വിതുമ്പുന്നുണ്ട്. കർത്താവേ, എനിക്ക് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നൽകണമേ. പരിശുദ്ധമ്മേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ. കാനായിൽ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കാനായിൽ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നാഥാരാധന ആരാധന, പാടാമാരാധന ആരാധന, നാഥാരാധന ആരാധന, പാടാമാരാധന ആരാധന. ഒന്ന് ചേർന്ന് പാടാവോ? നാഥാരാധന ആരാധന, പാടാമാരാധന ആരാധന, നാഥാരാധന ആരാധന, പാടാമാരാധന ആരാധന. ആമേൻ. നമുക്ക് എഴുന്നേറ്റുന്നുകൊണ്ട് നമ്മുടെ വിശ്വാസം ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും
വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷൻ സഹായരാജ് മെത്രാനും മറ്റ് എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതു നന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോടുള്ള ഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾക്ക് സങ്കടങ്ങളുണ്ട്. കർത്താവെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. കാനായിലെ കല്യാണ നാളിൽ എന്നതുപോലെ പരിശുദ്ധമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥ്യം ഞങ്ങൾക്ക് വ്യക്തിജീവിതത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കാഴ്ചവെപ്പ് സമയമാണ്. 4 വരികളായിട്ട് വരിക. 4 അച്ഛന്മാർ കാഴ്ചവെപ്പ് സ്വീകരിക്കാനായിട്ട് വരും. പ്രാർത്ഥനാപൂർവ്വം ഈ കാഴ്ചവെപ്പ് കർമ്മത്തിൽ പങ്കുചേരാം. നിങ്ങൾ കാഴ്ചവെപ്പിന് വരുമ്പോഴും നിങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ സൂക്ഷിക്കുക. ഞാൻ വരുന്നു, എൻ ജീവിതം എന്നെ
എന്നും യാഗമേകാം അൾത്താരമുന്നില ഏകിടുന്നു എൻ ജീവനേ എൻ ജീവനാഥാ. ജീവഭാരവും പിഴിനീർ കണങ്ങളും ഉയരുള്ള കാസയിൽ നേരിടാവ്യാം. എൻ ജീവഭാരവും പിഴിനീർ കണങ്ങളും ഉയരുള്ള കാസയിൽ നേരിടാവ്യാം. ഈ യാഗവേദിയിൽ നിറയുന്ന സ്നേഹമേ കണിവാങ്ങു നൽകണമേ. ഈ യാഗവേദിയിൽ നിറയുന്ന സ്നേഹമേ കണിവാങ്ങു നൽകണമേ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു എൻ ജീവിതം ഇന്നും യാഗമേകാം അൾത്താരമുന്നില ഏകിടുന്നു എൻ ജീവനേ എൻ ജീവനാഥാ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു എൻ ജീവിതം ഇന്നും യാഗമേകാം അൾത്താരമുന്നില ഏകിടുന്നു എൻ ജീവനേ എൻ ജീവനാഥാ. സമർപ്പിക്കുന്നു നിന്നെ സമർപ്പിക്കുന്നു പൂർണ്ണമായി അർപ്പിക്കുന്നു കാഴ്ചയായി അർപ്പിക്കുന്നു. പ്രിയ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവേ, ഈ ബലിയുടെ ഓർമ്മ ആഘോഷിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ പരിത്രാണ കർമ്മമാണല്ലോ നിവർത്തിക്കപ്പെടുന്നത്. അതിനാൽ ഈ ദിവരഹസ്യങ്ങൾ യഥായോഗ്യം പങ്കെടുക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഉയർത്തിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ.
വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകെന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യം മരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന്
കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അഭിവന്യ സഹായ രാജ്മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് അങ്ങേ തിരുസഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ
രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾ ശാന്തി നൽകണമേ. ശാന്തി നൽകണമേ. ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയിൽ പ്രിയരെ, പരിശുദ്ധ കുർബാന സ്വീകരണ കർമ്മമാണ്. നമുക്ക് ഭയഭക്തിയോടുകൂടെ ഈ കർമ്മങ്ങളിൽ പങ്കുചേരാം. കുമ്പസാരി ചൊരുങ്ങിയ ആദ്യവസാന കുർബാനയിൽ പങ്കെടുക്കുന്ന കത്തോലിക്ക വിശ്വാസികൾ മാത്രമാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് നാവുകളിലാണ്. മറ്റു മതസ്ഥരോ മറ്റു വിഭാഗങ്ങളിലുള്ളവർ ദയവ് ചെയ്ത് നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിൽ ഈ സമയം പ്രാർത്ഥനയിൽ ആയിരിക്കുക. പരിശുദ്ധ കുർബാന നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക.